നമുക്കൊപ്പം ഡിഫൻസ് PRO ശ്രീ കമാൻഡർ അതുൽ പിള്ളൈ നമുക്കൊപ്പമുണ്ട്. അതുൽ പിള്ളൈ, വെരി ഗുഡ് മോർണിംഗ്. അതുൽ പിള്ളൈ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വെതർ അപ്ഡേറ്റ്സ് 3 ദിവസം ഓറഞ്ച് അലേർട്ടാണ്. ഇന്നലെ രാത്രിയിലും കനത്ത മഴ പെയ്തിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് അടിയൊഴുക്ക് ഇന്നലത്തേതുപോലെ തന്നെ നിൽക്കുകയാണ്. ഒരു 6 to 8 knots ആയിരിക്കാം. മാത്രമല്ല ജലനിരപ്പ് അല്പം ഉയരുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലും ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഗംഗാവാലിയിൽ ഇന്നലത്തേക്കാൾ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇന്നലത്തേക്കാൾ ഒരുപക്ഷെ അടിയൊഴുക്ക് കൂടിയിട്ടുണ്ടാവും. യന്ത്ര ബോട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മൾ നോക്കാൻ സാധ്യതയുണ്ടോ ഇന്നത്തെ ദിവസം? ഇന്നലത്തെ ഞാൻ നേവൽ ഓപ്പറേഷനെ പറ്റി കമന്റ് ചെയ്യാം. നേവി ഇന്നലത്തെ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു ഡീബ്രീഫ് നടന്നാണ് ഞങ്ങളുടെ. ഡീബ്രീഫിങ്ങിന് കുറെ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബിക്കോസ് ഇത് ഞങ്ങളൊരു ചാലഞ്ചിങ് ടൈം ഓഫ് ലൈക്ക് എവറി വൺ ഓഫ് us. സോ അത് കഴിഞ്ഞിട്ട് ആ ഓപ്പറേഷൻസ് ഒരു ഡീബ്രീഫ് കഴിഞ്ഞിട്ട് നമ്മൾ അക്കോർഡിംഗ്ലി സെയിം പോയിന്റ്സ് നമ്മൾ ഇന്നത്തെ ഈ ഡൈവിംഗ് ടീമിനോടും നമ്മളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. ഇന്ന് വന്ന ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ സോണാർ ഓപ്പറേറ്റേഴ്സിനെ വീണ്ടും വിടുന്നുണ്ട് ഇന്ന്, അത് സ്കാൻ ചെയ്യാൻ വേണ്ടി. ഈ സ്കാനിങ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഈ 3 ദിവസമായിട്ട് ഈ ഒഴുക്കുണ്ട്. അപ്പം അവിടെ സെഡിമെന്റ്സ് കാണുമല്ലോ, ഈ ഡെബ്രിസ്, ഈ നമ്മൾ വിചാരിക്കുന്ന കോണ്ടാക്ട്സിൽ എത്ര ഡെബ്രിസ് വന്ന് എത്ര ചേഞ്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ സ്കാനിങ്ങും ഈ സ്കാനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇന്ന് സോണാർ ടീം അവിടെ ഉണ്ട്. അവർ സ്കാൻ ചെയ്യും. അഡീഷണലി ഡൈവിംഗ് ടീം ആസ് യൂഷ്വൽ ഇന്നലത്തെ കൂട്ട് തന്നെ ഇന്നും അവർ സ്പോട്ട് ഡൈവിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രയൽ നടത്തുക. അവിടെ ഇന്ന് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഡൈവേഴ്സും ഉണ്ട് അവിടെ. അതിന് ലീഡ് ചെയ്യുന്ന ഒരു ഡൈവിംഗ് ഓഫീസറും ഉണ്ട്. അവരെല്ലാം സ്പോട്ടിലുണ്ട്. അവർ ഇന്നും കണ്ടിന്യൂസ്ലി അവർ ട്രൈ ചെയ്യുന്ന ഡൈവിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതുൽ പിള്ളൈ, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചൊരു കാര്യം, ഏതെങ്കിലും തരത്തിൽ ഈ ബോട്ടിൽ ആങ്കർ ചെയ്തുകൊണ്ട് അത് പോസിബിൾ ആണോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒരു യന്ത്ര ബോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ഡിങ്കി ബോട്ട് അല്ലാതെ. അപ്പോൾ ഈ യന്ത്ര ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ എന്തെങ്കിലും സാധ്യമാണോ? അങ്ങനെ ഒരു അടുത്ത സ്ട്രാറ്റജി കൂടി ചിന്തിക്കുന്നുണ്ടോ? ഇന്നലെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു മിഷനായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണല്ലോ നേവിയും. ഈ യന്ത്ര ബോട്ട് അന്ന് എനിക്കറിയാം അത് എന്ത് പർപ്പസ്. അതിന്റെ എന്തോ ഓപ്പറേഷൻ ബോട്ട്, അത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഈ റിപ്സില് ഈ റബ്ബർ ഇൻഫ്ലേറ്റഡ് ബോട്ട്സ്, ഇത് അല്ല ഫ്ലഡ് സിറ്റുവേഷനിലും പിന്നെ അല്ല ഇതുപോലത്തെ ഡൈവിംഗ് ഓപ്പറേഷൻസ് നമ്മൾ ഈ ബോട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു 2-3 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ്, ഇത് ഭയങ്കര മാനുവറബിളാണ്. ഭയങ്കരമായിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ മാനുവർ ചെയ്ത് അത് 360 ഡിഗ്രീസ് അവിടെ കറങ്ങാം, ഏത് ഡയറക്ഷനിലോട്ടും പോകാം, ഷോർട്ട് ഡിസ്റ്റൻസിൽ സ്പീഡായിട്ട് പോയി എത്താം, സ്പീഡായിട്ട് പോയി റെസ്ക്യൂ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഈ ബോട്ട് നമ്മളിപ്പോൾ NDRF ഇപ്പം കണ്ടാണ് ഈ സെയിം ബോട്ടാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഡൈവേഴ്സ് ഇത് ഫ്ലാറ്റ് ബോട്ടമാണ്. അപ്പോൾ ഡൈവേഴ്സ് ഒരു ഇതിൽ കൂടെ താഴോട്ട് പോയാൽ നമ്മൾ പുള്ളിക്കാരന് ഒബ്സ്ട്രക്ഷൻ വരരുത്. സോ അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് ബോട്ടം ഇത് യൂസ് ചെയ്യുന്നത്. പ്ലസ് ഇത് ഏതെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷനിൽ പോയി കൊണ്ടാൽ തന്നെ ഇത് പൊട്ടത്തില്ല. ഇത് റബ്ബറൈസ്ഡ് ആയാലും ഇത് പൊട്ടത്തില്ല. പൊട്ടിയാൽ തന്നെ ഇത് വേറെ ഇതിന് കുറെ ചേമ്പേഴ്സ് ഉണ്ട്. സോ ഇത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു റബ്ബർ ഇൻഫ്ലേറ്റഡ് ബോട്ടിന്റെ കപ്പാസിറ്റി വന്നിട്ടൊരു 8 ക്യാരിങ് കപ്പാസിറ്റി. ഹൗ എവർ റെസ്ക്യൂ കപ്പാസിറ്റി 20. ഈ ചെറിയ റബ്ബർ ഇൻഫ്ലേറ്റഡ് ബോട്ടിന്റെ റെസ്ക്യൂ കപ്പാസിറ്റി മീൻസ് 20 പേരെ ഒന്ന് റെസ്ക്യൂ ചെയ്തിട്ട് കൊണ്ടുവരാം, ഈ സൈഡ് റോപ്പിലും അതിലൊക്കെ ആയിട്ട്. ദോ ക്യാരിങ് കപ്പാസിറ്റി ഈസ് 8. സോ നേവി ഈ ബോട്ട് വെച്ച് ഡൈവിങ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് അതാ ഞങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഇത് ചെയ്യുന്നത്. ഇത് അറ്റ് സീയിൽ നമ്മൾ ഡൈവ് ചെയ്യും. എല്ലായിടത്തും ഡൈവ് ചെയ്യുമ്പോഴും ഈ ബോട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒഴുക്ക് ഇന്നിപ്പോൾ പുഴയ്ക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്, ഒഴുക്കും കൂടിയിട്ടുണ്ട്. അതായത് ഒരു 4 knots വരാതെ നമുക്ക് ഒരറ്റംപ്റ്റും യഥാർത്ഥത്തിൽ ഈ ഡൈവേഴ്സിന് ചെയ്യാൻ കഴിയില്ലല്ലോ. 4 തന്നെ വളരെ ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെ പറഞ്ഞു. 2 ഫേവറബിൾ. 4 to 3 ഇന്നലെ നമ്മൾ കണ്ടാണല്ലോ, അവർ ഈ സിങ്കർ താഴെ വെച്ചിട്ട് അത് സ്പോട്ട് ഡൈവിംഗ് എന്ന് പറയും. ആ സ്പോട്ട് ഡൈവിംഗ് ചെയ്യാൻ വേണ്ടി ഇന്നും അവർ അതായിരിക്കും ട്രൈ ചെയ്യുന്നത്. അവർ ഈ കറണ്ടിന്റെ ഒരു സിറ്റുവേഷൻ അവർ അനലൈസ് ചെയ്യുന്നതും അങ്ങനെ ഈ സിങ്കർ ഇട്ടിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. സിങ്കർ ഒരു വട്ടം ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ സ്പോട്ട് ഡൈവിംഗ് ചെയ്യും. സ്പോട്ട് ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഡൈവർ ഈ സിങ്കർ താഴോട്ട് വിട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ റോപ്പ് ഉണ്ട്, ആ റോപ്പ് പിടിച്ച് പുള്ളിക്കാരൻ താഴെ പോയി സ്പോട്ടിൽ ചെക്ക് ചെയ്യും. എഗെയിൻ ഹി വിൽ കം അപ്പ്, എഗെയിൻ സിങ്കർ ഷിഫ്റ്റ് ചെയ്തിട്ട് വേറൊരിടത്ത് പോയി സ്പോട്ട് ചെയ്യും.
അപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ GPS ലൊക്കേഷൻ അറിയാം, ഈ ഞങ്ങളുടെ 2 കോൺടാക്ട്സിന്റെ GPS ലൊക്കേഷൻ അറിയാം. അപ്പൊ അതനുസരിച്ച് ബോട്ട് അവിടെ പോയി സിങ്കർ ഇടും. ഒരു സംശയമുള്ളത്, ഇതിപ്പോൾ ഇന്ദ്രബാലന്റെ ഇന്നലെ 80% കൺഫർമേഷൻ ആണ് ഇന്ദ്രബാലൻ ഇന്നലെ സ്പോട്ട് ചെയ്ത സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് 3rd സ്പോട്ടിൽ. അവിടെ തന്നെ ആയിരിക്കില്ലേ ഇന്നിപ്പോൾ സ്കൂബ സംഘവും എത്തുക? ഈ 3rd സ്പോട്ട് ഞങ്ങളുടെ 2 പ്രോബിൾ കോൺടാക്ട് വന്നില്ല, കോൺടാക്ട് 1 കോൺടാക്ട് 1 കിട്ടിയേക്ക് നമുക്ക് ഈ സോണാർ വഴിയാണ്. സോണാർ നമുക്കൊരു പിക്ചറാണ് തന്നേക്കുന്നത്. ഫോർ ഇഫ് യു സോണാർ ഓപ്പറേറ്റേഴ്സിന് വെച്ച് ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു പിക്ചറാണ് കിട്ടിയേക്കുന്നത്, മനസ്സിലായോ? സോ ഇറ്റ്സ് എ വിഷ്വൽ തിങ്. സോ ഇന്നിപ്പം അവർ സോണാർ ചെയ്യുമ്പോഴും നമുക്കൊരു പിക്ചർ അത് കിട്ടും. ഡിഫറൻസ് എന്തായിരിക്കും, അന്ന് ആ സൈഡ് ഇപ്പം അരുൺ കണ്ടു ആ സൈഡിൽ റൈറ്റ് സൈഡ് ടുവേർഡ്സ് ദാറ്റ് ഇമേജ് പ്രോബിൾ 1 ഇച്ചിരി പോർഷൻ കട്ട് ആയിരിക്കുന്നു. അത് അവിടെ സെഡിമെന്റ്സ് കിടക്കുന്നത്. സോ ഇന്നിപ്പോ നമുക്കറിയാൻ പറ്റുമോ അത് സെഡിമെന്റ്സ് കൂടിയോ കുറഞ്ഞോ? ആ ഒരു ഈ സോണാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സൗണ്ട് വേവ് പോയിട്ട് ഒരു ഒബ്ജക്റ്റിനെ സ്റ്റക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഷാഡോ ജനറേറ്റ് ചെയ്യും, അത് സീബേഡിലോട്ട് പോകാതെ. അങ്ങനെ ഈ സോണാർ ഓപ്പറേഷൻ ഇറ്റ്സ് ലേറ്റസ്റ്റ് ടെക്നോളജി ആയത്. ഇത് ഞങ്ങളുടെ സബ്മറീൻസും സോണാർ യൂസ് ചെയ്തിട്ട് അറ്റ് സീ മിഡ് സീയിൽ വെള്ളത്തിനടി കൂടെ ട്രാവൽ ചെയ്യുന്നത് ഈ സോണാർ വെച്ചിട്ട്. ഓക്കെ, ഗ്രേറ്റ് സർ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. സോണാറിൻ്റെ പരിശോധന ഇന്നും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ വീണ്ടും സ്പോട്ട് ഡൈവിങ്ങിന് ശ്രമിക്കുകയും ചെയ്യും. താങ്ക് യു അതുൽ പിള്ളൈ.